എങ്ങനെ നിക്ഷേപിക്കണം, എവിടെ നിക്ഷേപിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ചയുടെ വിഷയം. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി നമ്മളോടൊപ്പം ഉള്ളത് കേരളം ആസ്ഥാനമായിട്ടുള്ള ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള അലക്സ് കെ ബാബു, പ്രമുഖ യൂട്യൂബറും പെൻഡാഡ് സെക്യൂരിറ്റീസിൻ്റെ CEO നിഖിൽ ഗോപാലകൃഷ്ണൻ. നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് നേരെ കടക്കാം. സ്വർണ്ണവില എല്ലാവർക്കും അറിയാമല്ലോ. സ്വർണ്ണവില എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടൊരു സംഭവമാണ്. 1.5 ലക്ഷത്തിലേക്ക് കുതിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഭയങ്കര രീതിയിലുള്ള കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈയിടയ്ക്ക് അലക്സ് ലിങ്ക്ഡിനിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വലിയ ഫണ്ട് മാനേജേഴ്സിനേക്കാളും കൂടുതൽ നേട്ടമാണ് കേരളത്തിലെ വീട്ടമ്മമാർ ഉണ്ടാക്കിയത്. കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ഫണ്ട് മാനേജേഴ്സ് പുതിയ ഒരുപാട് നിക്ഷേപങ്ങളെക്കുറിച്ച് പറയുന്നു. അതായത് ക്രിപ്റ്റോയെക്കുറിച്ചും ഭയങ്കര ഇതായിട്ടുള്ള ഓഹരികളെക്കുറിച്ചും ഓഹരികളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള സ്വർണ്ണ എന്നുള്ള ഒരു നിക്ഷേപ മാർഗത്തിൽ പണം സ്വരുക്കൂട്ടി അവർ വീട്ടിൻ്റെ ലോക്കറിലോ അല്ലെങ്കിൽ ബാങ്ക് ലോക്കറിലോ ഒക്കെ വെച്ചിട്ട് അവർ കോടീശ്വരന്മാരാകുന്നൊരു കഥയാണ് അത്. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ നിക്ഷേപത്തിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ഗുണകരമാണോ? ഫസ്റ്റ് ചോദ്യം അലക്സിനോട്. ഇതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേദിയാണ്. കാരണം വളരെയധികം പല പശ്ചാത്തലത്തിലുള്ള പ്രോഗ്രാമുകളും പല പശ്ചാത്തലത്തിലുള്ള ടോപ്പിക്സുകളോട് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക കാര്യം കൂടി ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. കാരണം കഴിഞ്ഞ 15-20 കൊല്ലം ആയിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ കേരള ജനത ഒരിക്കലും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊരു ടോപ്പിക്കുകളൊന്നും ഡിസ്കഷൻ സാധാരണ വരാറില്ലായിരുന്നു. ഇപ്പോൾ അതൊരു മെയിൻ ടോപ്പിക്കായിട്ട് മാറിയത് തന്നെ വളരെ സന്തോഷം. പിന്നെ റോഷൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോഴും എങ്ങനെ നമ്മൾ സ്വർണത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കാര്യം, ആക്ച്വലി ഇവിടെ ഇരിക്കേണ്ടത് ഞങ്ങൾ രണ്ടുപേരുമല്ല, ഏതെങ്കിലും വീട്ടമ്മമാരാണ് വന്നിരിക്കേണ്ടത്. കാരണം ഹാൻഡ്സ് ഡൗൺ ആയിട്ട് കഴിഞ്ഞ വർഷം എല്ലാ പോർട്ട്ഫോളിയോ മാനേജേഴ്സിനെയും എല്ലാ ഫണ്ടിനെയും ബീറ്റ് ചെയ്തത് വീട്ടിലെ സ്വർണം തന്നെയാണ്. അപ്പം ഇന്ന് എസ്പെഷ്യലി ഇവിടെ തിരുവനന്തപുരത്താണ്, നമ്മുടെ രാജകൊട്ടാരത്തിൻ്റെ ഇവിടെ തന്നെ നമ്മളിവിടെ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്വർണ്ണ ഖനി ഇവിടെ തന്നെയാണുള്ളത്. അപ്പം ഇവിടെ ഇരിക്കേണ്ട ആൾക്കാർ തന്നെ അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിൻ്റെ പശ്ചാത്തലം എപ്പോഴും നമുക്കറിയാം. കാരണം വേൾഡ് എപ്പോഴും പ്രോബ്ലത്തിൽ കൂടെ പോകുമ്പോൾ, വളരെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ടെൻഷൻസിൽ കൂടെ പോകുമ്പോൾ, കൺഫ്യൂഷൻസ് കൂടെ പോകുമ്പോൾ, അത് എപ്പോഴും എല്ലാ ആൾക്കാരും, പണ്ട് സാധാരണ ജനങ്ങൾ മാത്രമായിരുന്നു ഗോൾഡിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്ത് തീരുമാനം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്കേഴ്സ്, അതായത് റിസർവ് ബാങ്ക് പോലത്തെ ലോകത്തുള്ള എല്ലാ ബാങ്കേഴ്സും തന്നെ സെൻട്രൽ ബാങ്കേഴ്സ് ഗോൾഡിലേക്ക് നിക്ഷേപം തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പം കഴിഞ്ഞ വർഷം ഏകദേശം 100% കയറി ഗോൾഡും സിൽവർ ഏകദേശം 125% കയറി ഇന്ന് ട്രേഡ് നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പശ്ചാത്തലം അതാണ്. അപ്പോൾ വേൾഡ് നന്നായിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഗോൾഡ് അങ്ങനെ കയറില്ല. ഗോൾഡിൻ്റെ നോർമൽ സ്വഭാവം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ബീറ്റിംഗ് ആണ്. അതായത് 4 to 5% റിട്ടേൺ എവറി ഇയർ ആണ് ഉണ്ടാവേണ്ടത്. കാരണം ഒന്നീ റുപ്പി ഡിപ്രിസിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് അതിൻ്റെ നോർമൽ സ്വഭാവം. ഒരിക്കലും ഇത്രയും ഹൈ വോളറ്റിലിറ്റി, അതായത് ഒരു ദിവസം ഇന്നിപ്പം സംസാരിക്കുമ്പോൾ ഇന്ന് ഏകദേശം 7%, 8% ഗോൾഡ് ഇറങ്ങിയിരിക്കുകയാണ്. സിൽവർ ആണെങ്കിൽ 15% വരെ ഡ്രോപ്പ് ചെയ്തു ഇന്ന് രാവിലെ. അപ്പോൾ ഇങ്ങനെ ഒരു വോളറ്റൈൽ സ്വഭാവമുള്ള ഒരു കമ്മോഡിറ്റി അല്ല ഇതൊന്നും. അപ്പം ഇതിലേക്ക് മാറിയത് തന്നെ ഇത്രയും ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഫിനോമിന ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഓവറോൾ ഐ തിങ്ക് ഗോൾഡ് ഏറ്റവും ഓൾഡസ്റ്റ് അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഗോൾഡാണ്. മോർ ദാൻ 2500 ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി അറിവോടുകൂടെ തന്നെയുണ്ട്. അറിവില്ലായ്മയിൽ റെക്കോർഡിക്കലല്ലാത്ത ഒരുപാട് വർഷങ്ങൾ മുമ്പുണ്ട്. റെക്കോർഡിക്കലായിട്ടുള്ള ഒരു 2500 ഇയർ ഹിസ്റ്ററി ഈ പറയുന്ന ഗോൾഡിനുണ്ട്. അപ്പോൾ ഗോൾഡ് ഒരിക്കലും ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അസറ്റ് ക്ലാസ്സാണ്. അത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഏറ്റവും ഭയങ്കരമായ റിസൾട്ട് നൽകിയ ഒരു വർഷമാണ്. എസ്പെഷ്യലി ട്രംപ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഗോൾഡിൽ തന്നെയാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രംപ് ഉള്ളിടത്തോളം ഗോൾഡ് കുതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്വർണവും ബാങ്ക് FDയും കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു നിക്ഷേപം. പക്ഷേ കോവിഡിന് ശേഷം ഓഹരിയിലേക്കും മ്യൂച്വൽ ഫണ്ടിലേക്കും മലയാളി കാര്യമായിട്ട് നിക്ഷേപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് കാണുന്നത് നിഖിൽ? ശരിക്കും ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് ഞാൻ എന്നെ കാറിന് പിക്ക് ചെയ്ത ആൾ സംസാരിക്കായിരുന്നു. അപ്പോൾ
എനിക്ക് തോന്നുന്നു ആള് എന്നോട് പറയുന്നത് ഇപ്പോൾ കാറ് യൂബറിലൊക്കെ ഓടിക്കുന്ന ടൈമിൽ കാറിൽ കയറുന്ന എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ പണ്ട് നമ്മൾ ബോംബെയിലൊക്കെ യാത്ര ചെയ്യുന്ന ടൈമിൽ ഓട്ടോ ഡ്രൈവേഴ്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലും വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ എല്ലാവർക്കും ഒരു ആൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു കാര്യത്തിൻ്റെ പേരിലും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ എസ്പെഷ്യലി കോവിഡ് ടൈമിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് മാർക്കറ്റ് താഴേക്ക് പോയി, ഇനി അങ്ങോട്ട് താഴേക്ക് പോകുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി അന്ന് താഴേക്ക് പോയപ്പോൾ കുറേ ആൾക്കാർ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ പൈസ ഇട്ടതൊക്കെ നല്ല ലാഭത്തിലായതിൻ്റെ പേരിൽ സാധാരണ നമുക്കെപ്പോഴും എന്ത് കാര്യങ്ങൾ ഇത്തിരി ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഗുണം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ താല്പര്യം തോന്നും. അപ്പോൾ കോവിഡ് ശരിക്കും പറഞ്ഞത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആംഗിളിൽ പറഞ്ഞൊരു അനുഗ്രഹമായി. കാരണം അതിൽ ഒന്നും അറിയാണ്ടിട്ട് ആൾക്കാർക്ക് പോലും എന്തെങ്കിലും ലാഭം കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു ധാരണയിൽ പല ആൾക്കാർ ഇതിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഗോൾഡ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാരണം ഗോൾഡും സിൽവറും തന്നേക്കണം അത്രയും റിട്ടേൺ പെട്രോളിൽ കിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലേറ്റഡ് സിസ്റ്റത്തിൽ റിട്ടേൺ തന്നേക്കണ ഒരു അസറ്റ് ഇക്വിറ്റി തന്നെയാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെച്യൂർഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഇന്ത്യയിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അത്യാവശ്യം ഒരു ഡെവലപ്പിംഗ് ആയിട്ട് നടക്കുന്നു. ഇന്ത്യയിൽ ആ ഡെവലപ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങളുള്ളതിൻ്റെ പേരിൽ തന്നെ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ US ആണെങ്കിലും ഒരു സെക്കൻഡായിട്ട് നമുക്ക് ആ സിസ്റ്റത്തിൽ പോണത് മാർക്കറ്റ് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഇത് എസ്പെഷ്യലി നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി അത്യാവശ്യം ഒരു എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ ആയതിൻ്റെ പേരിൽ തന്നെ അത്യാവശ്യം പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ SIP എന്നുള്ളൊരു കൾച്ചർ ഇപ്പോൾ SIP എന്താണെന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷേ എന്നിരുന്നാലും SIP എന്ന് പറഞ്ഞ വാക്ക് കേൾക്കാത്ത ആൾക്കാർ ഇവിടെ ഈ കൂട്ടത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക അച്ചടക്കം നമ്മുടെ ഒരു ജനറേഷനിൽ ഉണ്ട്. ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ കാരണവന്മാർ ചെയ്തിരുന്നതിനേക്കാളും കൂടുതൽ അച്ചടക്കത്തോടെ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നത്. കാരണം അവർക്കൊക്കെ മനസ്സിലായി തുടങ്ങി റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന സാധനം അവരുടെ പിള്ളേരായിട്ട് അവർക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. ഇപ്പം നമ്മുടെ പേരൻസിനൊക്കെ പിന്നെയും ഒരു ഡൗട്ട് ഉണ്ട്, എങ്ങാനും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. പക്ഷേ നമുക്ക് ഉറപ്പാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകണില്ല, നമ്മുടെ ജനറേഷൻ നമ്മളെയും സപ്പോർട്ട് ചെയ്യാൻ പോകണില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉള്ളതിൻ്റെ പേരിൽ തന്നെ എല്ലാവരും സീരിയസ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഇറ്റ്സ് വെരി വെൽക്കമിങ്. ഐ തിങ്ക് ദിസ് വിൽ കണ്ടിന്യൂ ഫ്രം ഹിയർ ഓൺവേഴ്സ്. അടുത്ത ഞാൻ കരുതി വച്ചിരുന്ന ചോദ്യത്തിന് മുമ്പ് വേറൊരു ചോദ്യത്തിലേക്ക് റിട്ടയർമെൻറ്റ് പറഞ്ഞുകൊണ്ടാണ്. ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് റിട്ടയർമെൻറ്റിന് ശേഷം ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഓരോ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി? ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീടാവാം അല്ലെങ്കിൽ കാറാവാം, അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, അതോ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഒരു 55-60 വയസ്സിന് ശേഷമുള്ള റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടിയിട്ടാണോ? അല്ല, ഇതെല്ലാം റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവസാനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴേ എല്ലാവരും ബാലൻസ് ചെയ്ത് പോകണം. ഇപ്പോഴേ നമുക്കറിയാം റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ റിട്ടയർമെൻറ്റ് മുന്നേ നമുക്കൊരു ജീവിതമുണ്ട്. അതിന് വേണ്ടിയിട്ട് ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതേമാതിരി അതിന് വേറെ ഡിഫിക്കൽറ്റി ഒന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ബേസിക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അതിന് മേലെയുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം റിട്ടയർമെൻറ്റിന് ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ അവസാനം ഓടി അടക്കുന്നത് മാറ്റാം. ഇനി റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. കാരണം റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവസാനിക്കില്ലേ എന്ന്. അതല്ല, ഇനി വേണമെങ്കിൽ ആ പേര് മാറ്റിക്കോ, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളൊരു പേരാക്കിക്കോ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഒരു സന്തോഷവും കിട്ടും. ഒരു ദിവസം എനിക്ക് പണത്തിനെ ആശ്രയിക്കാതെ ജോലി എടുക്കാനായിട്ടുള്ളൊരു ദിവസം എനിക്ക് വേണം. ആ ദിവസം കണ്ടിട്ട് ഇൻവെസ്റ്റ്. അപ്പോൾ അതിന് റിട്ടയർമെൻറ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണെന്നുണ്ടെങ്കിൽ അത് മരിക്കും വരെ ചെയ്തോളൂ. പക്ഷേ ഒരു ദിവസം വയ്ക്കൂ, ആ ദിവസം എനിക്കിനി പൈസയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതാണ് റിട്ടയർമെൻറ്റ്. അപ്പോൾ ദാറ്റ് ക്യാൻ ബി എൻ ഏർലി ഓൾസോ. നേരത്തെ 60 വയസ്സൊക്കെ ആയിരുന്ന റിട്ടയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുകയും ജീവിതം അടിച്ചു പൊളിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ? ഒരു നിഖിൽ പറഞ്ഞത് തന്നെയാണ്. ഇപ്പം ഫയർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, റിട്ടയർ ഏർലി എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഇമേജിലേക്കല്ല പോകുന്നത്. മോസ്റ്റ്ലി ഐ തിങ്ക് വാട്ട് എവർ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ മുന്നേ ചെയ്യാൻ സാധിക്കുക,
അതാണ് ഒരു ബേസിക്കലി ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. പിന്നെ ഇതിന് എക്വിറ്റി എന്ന് പറയുന്ന ഒരു അസറ്റ് ക്ലാസ് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു കോമ്പൗണ്ടറാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗോൾഡുണ്ട്, ഇപ്പോൾ സ്ഥിര നിക്ഷേപ മാർഗങ്ങളുണ്ട്. കാരണം ഞാൻ കുറച്ചും കൂടി ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളമാണ് ഏറ്റവും ആദ്യമായിട്ട് ബാങ്ക്സിനെ സ്വീകരിച്ചത് ഈ രാജ്യത്ത്. ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളമാണ് ആദ്യം ബാങ്കിങ് സിസ്റ്റം ബാങ്ക്സിനെ ആക്സെപ്റ്റ് ചെയ്തത്. ഞാൻ പറയുന്നത് അധികം കുറേ നാളൊന്നും ആയിട്ടില്ല, 40-50 വർഷം മുമ്പെയാണ്, 40 to 50 years മുമ്പേ ഏറ്റവും കൂടുതൽ ബാങ്ക്സ് ആക്സെപ്റ്റ് ചെയ്തത് കേരളമാണ്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ജൻധൻ, ജാം ട്രിനിറ്റി എന്ന് പറയുന്ന ജൻധൻ ആധാർ മൊബൈൽ എന്ന് പറയുന്ന ട്രിനിറ്റി കൂടെ മാക്സിമം ഇന്ത്യയിൽ എല്ലാവരെയും ബാങ്കിങ് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് എത്രയോ നാളുകൾ മുമ്പേ ഉണ്ടായ സ്ഥലമാണ് കേരളം. അപ്പോൾ അന്ന് ബാങ്ക്സിൻ്റെ റിട്ടേൺ തന്നെ ബാങ്ക്സിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടുന്നത് 10, 12, 14, ഞാൻ വരെ കേട്ടിട്ടുണ്ട് 16% വരെ കിട്ടിയ സമയങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്ന്. അപ്പോൾ അന്ന് അതിൻ്റെ കോമ്പൗണ്ടിങ് ഉണ്ടായിരുന്നു. 16% കോമ്പൗണ്ടിങ് ഒരു 30 കൊല്ലം മുമ്പേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്കിൻ്റെ നിക്ഷേപ സാധ്യതകൾ കുറഞ്ഞു വന്നപ്പോഴാണ് പുതിയ സാധ്യതകൾ മാറുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് എവല്യൂഷൻ അങ്ങനെയാണ് സംഭവിച്ചത്. ഇന്ന് ബാങ്കിലിടുമ്പോൾ 7%, 8% കിട്ടുമ്പോൾ അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ധാരണയോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ, കാരണം ചുമ്മാ ഒരു ഗെയിം ചെയ്തിട്ട് എപ്പോഴും നമുക്ക് 10-12% കിട്ടും, അല്ലെങ്കിൽ 15%, 20% കിട്ടും എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതിനെക്കുറിച്ച് അറിവോടുകൂടെ തന്നെ വരണം. ആ അറിവോടുകൂടെ വന്നു കഴിഞ്ഞ് നിക്ഷേപിച്ചാൽ അതിൻ്റെ കോമ്പൗണ്ടിങ് എഫക്റ്റ് കിട്ടാറുണ്ട്. ഇപ്പോൾ സെയിം ആസ് റിയൽ എസ്റ്റേറ്റ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. കേരളത്തിൽ ഏറ്റവും 3 കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്: ബാങ്ക് നിക്ഷേപം, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നതിൻ്റെ അത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വരാറുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എല്ലാവരും ചോദിക്കേണ്ടത്. റിയൽ എസ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്ഥലം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥലത്തിൻ്റെ വിലകൾ അന്വേഷിക്കും, സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി ഒരു 100 പേരോട് ചോദിക്കും, പിന്നെ ഇതിൻ്റെ ന്യായവില എത്രയാണ്, പിന്നെ ഇവിടുത്തെ സാധ്യതകൾ എന്തൊക്കെയാണ്, റോഡ് വരാൻ സാധ്യതയുണ്ടോ, മറ്റേ കാര്യങ്ങൾ സാധ്യതയുണ്ടോ, ഒരു 100 കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു സ്ഥലം വാങ്ങാൻ പോകുന്നത്. പക്ഷേ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് വരുമ്പോഴത്തേക്ക് നിഖിൽ പറഞ്ഞു അല്ലെങ്കിൽ അലക്സ് പറഞ്ഞു ഇതിൽ ചെയ്യാൻ, അത് വർക്കൗട്ട് ആവില്ല. അങ്ങനെ പറഞ്ഞൊരു ടിപ്പ് ബേസ്ഡിൽ ഇത് വർക്കൗട്ട് ആവില്ല. ടിപ്പല്ല വേണ്ടത്. ബേസിക്കലി ഇറ്റ് ഹാസ് ടു ബി പീപ്പിൾ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൈ. കാരണം ബാങ്കിൽ നമ്മൾ പണ്ട് ചെയ്തത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ബാങ്ക് മാനേജർ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മുടെ കൂടെ ചായ കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആദ്യം ഒരു ചെറിയ നിക്ഷേപം എടുത്ത് പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പണ്ടത്തെ രീതിയിൽ ബാങ്ക് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഒരാൾ തന്നെയാണ്. നമ്മളൊരു പേഴ്സണൽ ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ പണ്ട് ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടർ എന്ന് പറയുന്ന പോലെ ഒരു പേഴ്സണൽ ബാങ്ക് മാനേജർ ഉണ്ടായിരുന്നു. ഇപ്പം അത് പോയി. കാരണം എല്ലാവരും ഓൺലൈൻ ബാങ്കിങ്ങും, കാരണം ഇന്ന് ബാങ്കേഴ്സ് ആരാന്ന് പോലും അറിഞ്ഞൂടാ. കാരണം റിലേഷൻഷിപ്പ് മാനേജേഴ്സും ഒക്കെ ഇങ്ങനെ എല്ലാം 3 കൊല്ലം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആരെയും കാണുന്നുമില്ല. അപ്പം ഇത് കാഴ്ചപ്പാട് മാറിയതിനനുസരിച്ചിട്ട് പക്ഷെ വേറെ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് പഠിക്കാനും ഗ്രഹിക്കാനും ഉള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോയി അതിനെ മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. കാരണം നമ്മൾ നമ്പേഴ്സ് പോയി കഴിഞ്ഞാൽ ഇന്ന് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത്. കാരണം റീറ്റെയിലിൽ ഏറ്റവും കൂടുതൽ പെനിട്രേഷൻ വന്നിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 85 ലക്ഷം കോടിയായി മ്യൂച്വൽ ഫണ്ടിൻ്റെ ആസ്തി AUM. അതിൻ്റെ അകത്ത് കേരളത്തിൻ്റെ ഇത് 1 ലക്ഷം കോടിയായി, ക്ലോസ് ടു 95,000 crore വന്ന് നിൽക്കുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് ഹാപ്പി അല്ല. കാരണം ബാങ്കിങ് ഫ്രട്ടേണിറ്റി നോക്കിയാൽ ഇന്ന് ബാങ്ക് ഡെപ്പോസിറ്റ് കേരളത്തിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ഇസ് അറൗണ്ട് 9 ലക്ഷം കോടിയാണ്, 9 lakh crore or 10 lakh crore. അപ്പം അതിൻ്റെ ഒരു സാധ്യത വെച്ചിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ പെനിട്രേഷൻ ചെയ്തിട്ടില്ല. കാരണം ഇതിനെക്കാട്ടി വളരെ നമ്മുടെ ലിറ്ററസിനെക്കാട്ടി വളരെ അറിവ് കുറഞ്ഞ സ്റ്റേറ്റ്സിൽ വരെ ഇതിനെക്കാട്ടി കൂടുതലുണ്ട്. അവരുടെ പെർ ക്യാപിറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലുണ്ട്. പക്ഷേ ബാങ്കിങ് പെർ ക്യാപിറ്റ നമ്മുടെ ഇപ്പോഴും ഹൈ ആണ്. അതിന് ഞാൻ പൂർണ്ണമായിട്ട് ജനങ്ങളെ മാത്രം അത് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെ, ഞാനും നിഖിലും ഉൾപ്പെടുന്ന ഫ്രട്ടേണിറ്റി തന്നെ അതിൻ്റെ കാരണക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് ഈ സെഗ്മെൻറ്റിൽ ഇപ്പുറത്തെ സൈഡിലുണ്ടെങ്കിൽ മാത്രമേ അപ്പുറത്തെ സൈഡിൽ ആൾക്കാർക്ക് വരാൻ സാധിക്കുകയുള്ളൂ. കാരണം BFSI സെഗ്മെൻറ്റിൽ എല്ലാവരും വന്ന് പ്രൊഡക്റ്റ് സെല്ലേഴ്സാണ്. ഓക്കെ, ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് സെല്ല്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു ധാരണ കൊടുത്തിട്ട് അവരുടെ കൂടെ സഞ്ചരിക്കാൻ എത്ര പേരുണ്ടെന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. അപ്പം അങ്ങനെ കൂടെ സഞ്ചരിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അവിടെയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം
ബോംബെയിലും മറ്റിടത്തുമൊക്കെ തന്നെ ഇത് അങ്ങനെ കുറേ ആൾക്കാർ, കാരണം ഇപ്പം നിഖിൽ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഗുജറാത്ത്, ബോംബെ, അഹമ്മദാബാദ് or even Hyderabad today, Chennai, Bangalore, if you took, lot of people, youngsters are moving into BFSI segment. Either we try to become a portfolio manager or to become a like wealth manager. ഈ പറയുന്ന കോൺസെപ്റ്റിലാണ് അവരെല്ലാവരും പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോഴും ഇന്നും ചോദിച്ചു കഴിഞ്ഞാൽ ACCA CMA പഠിക്കുക, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ജോലിക്ക് ഫിനാൻസ് മാനേജറായിട്ട് മാറുക. പക്ഷേ ഞാൻ വളരെ ഓപ്പണായിട്ട് തന്നെ പറയാം, ഈ ഫിനാൻസ് മാനേജർ ജോലി വളരെ ഇല്ല. കാരണം ഇതെല്ലാം സോഫ്റ്റ്വെയറിലാണ്. പണ്ട് ഒരു കമ്പനിക്ക്, ഒരു വലിയ കമ്പനിക്ക് തന്നെ ഒരു 25 പേരെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരാളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എല്ലാം സോഫ്റ്റ്വെയറിലാണ്, എല്ലാം AI ആണ്, എല്ലാം സോഫ്റ്റ്വെയർ ഡ്രിവനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു അനലിറ്റിക്സിന് വേണ്ട ഒരു CFO ലെവലിൽ മാത്രമേ വേണ്ടി വരുള്ളൂ. അല്ലാണ്ട് താഴത്തെ ജോബ്സൊക്കെ ഭയങ്കര കുറവാണെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതുകൊണ്ടാണ് ബാക്കിയുള്ള സ്റ്റേറ്റ്സ് എല്ലാം തന്നെ മറ്റേ സെഗ്മെൻറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം വെൽത്ത് മാനേജർ, പോർട്ട്ഫോളിയോ മാനേജർ എന്ന് പറയുന്നില്ലല്ലോ. പക്ഷേ കേരളം അതിൽ മൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇതിനകത്ത് അലക്സിനോട് തന്നെ അടുത്തൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നിഖിലിനോട് വരാം. ഇത് ഇതുപോലുള്ള സ്ഥിര നിക്ഷേപത്തിൻ്റെ അപ്പുറത്തേക്ക് ഓഹരിയിലേക്ക് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ഓഹരിയിൽ തന്നെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിലേക്കും അതുപോലെ ക്രിപ്റ്റോ കറൻസിയിലേക്കുമൊക്കെ മലയാളികൾ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു 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 പൊളിയാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിൽ ഒരുപാട് നഷ്ടസാധ്യത ഉള്ളതാണ്. അപ്പോൾ ഒരു ബേസ് ഉണ്ടാക്കാതെ ഇതിനകത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? സോ ഇതിൻ്റെ കാരണം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ തിങ്ക് കോവിഡ് ആയിരുന്നു എൻ്റെ ഒരു റീസൺ. കാരണം കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലടച്ചിരുന്നു. അപ്പം അന്ന് ലെജിറ്റിമേറ്റായിട്ട് ഒരു കളി പോലെയാണ് തുടങ്ങിയത്, ഒരു ഗെയിമിംഗ് പോലെയാണ്. അന്ന് ഈ എല്ലാ ആപ്പുകളും വളരെ ഈസി ആയിരുന്നു ആക്സസ് ചെയ്യാനും, പിന്നെ യൂസർ ഇൻ്റർഫേസ് വാസ് വെരി ഫൈൻ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഒരു കുറച്ച് പൈസ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ട്രേഡ് ചെയ്ത് തുടങ്ങാം. അതിൻ്റെ അകത്ത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആയിരുന്നു ഈസി ആയിട്ട് മൾട്ടിപ്ലയർ എഫക്റ്റ് കാണുക. അന്ന് കുറേ പൈസ ഉണ്ടാക്കിയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡിലേക്ക് ആൾക്കാർ കയറി. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഇപ്പോൾ നടക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ട്. കാരണം സെബി ഒരുപാട് റെഗുലേഷൻസും മാർജിൻ റിക്വയർമെൻറ്റ്സിലും മറ്റേ കാര്യങ്ങളിലൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ആ ആറ്റിറ്റ്യൂഡ്, ഗാംബ്ലിംഗ് ആറ്റിറ്റ്യൂഡ് അതുണ്ട്. പക്ഷേ മാർക്കറ്റിൽ ആ ഗാംബ്ലിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അതിനെ ഞാൻ എഗൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ അതിനെ കവർ ചെയ്യാനും അതിനെ ചെയ്യാനുള്ളൊരു കഴിവ് നമുക്കും ഉണ്ടാവണം. കാരണം പ്രൊഫഷണലായിട്ട് ട്രേഡ് ചെയ്യണമെന്നുള്ളവർ അത് ജോലിയായിട്ട് തന്നെ എടുക്കണം. കാരണം ഞാനൊരു ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ ലാഭവും നഷ്ടവും ഉണ്ടാവില്ലേ. ഒരു സാധനം വാങ്ങിച്ചു, ഒരു സാധനം വിറ്റു, ചിലപ്പോൾ ലാഭത്തിന് വിൽക്കും, ചിലപ്പോൾ നഷ്ടത്തിന് വിറ്റും, ചിലപ്പോൾ എൻ്റെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫാസ്റ്ററായിട്ട് വിൽക്കും. ഇത് പല കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന ഒരു P&L ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ്. ദിസ് ഹാസ് നത്തിങ്, ട്രേഡിംഗ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് വെൽത്ത് ജനറേഷൻ. വെൽത്ത് ജനറേഷൻ എന്ന് പറഞ്ഞ സംഭവം ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെടുത്തരുത്. കാരണം ഞാൻ 100 രൂപയ്ക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ 100,000 കാര്യം പറയും. ഓക്കെ, ഈ കമ്പനി ഭയങ്കര അങ്ങ് വലുതാവും, ഇതങ്ങനെയാവും എന്നൊക്കെ ആലോചിച്ചിട്ട് എടുക്കും. 110 രൂപയാകുമ്പോൾ കൊടുക്കും. 10% കയറി, ഒരു ദിവസം കൊണ്ട് തന്നെ 10% കയറി, ഇതെവിടെ കിട്ടും എന്ന് പറഞ്ഞ് കൊടുക്കും. ഇതായിരിക്കും 1000 രൂപയാവുന്നത്. ഇന്നല്ല, വർഷങ്ങൾ കഴിഞ്ഞിട്ട്, 3 വർഷം 4 വർഷം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നതാണ് ട്രേഡിംഗ്. വെൽത്ത് എന്ന് പറയുന്നത് വളരെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാണ്. അവിടെയാണ് നമ്മൾ ഗോൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടേണ്ട ട്രേഡിംഗ് ആയതുകൊണ്ട് ട്രേഡിങ്ങിനെ P&L രീതിയിൽ കണക്കാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണ സംസാരിക്കാറുള്ളൂ അങ്ങനെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ ഇഫ് യു ഡു എ ട്രേഡ്, ഡു ഹാവ് എ ലെഡ്ജർ ഫോർ ഡെയിലി ട്രേഡ്, മന്ത്ലി ട്രേഡ്, വീക്ക്ലി, ഇയർലി ട്രേഡ്, ആൻഡ് ഡു എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് എത്ര ലാഭം കിട്ടി, എത്ര നഷ്ടം കിട്ടി, എത്ര ക്യാപിറ്റൽ ഇട്ടു, എത്ര നഷ്ടം വന്നു. ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് വെൽത്ത്. So everyone, in my personal opinion, everyone should have 2 portfolios. One is investment portfolio, one is trading portfolio. This should not intermingle ചെയ്യാൻ പാടില്ല. പലപ്പോഴും ഇവിടെ കണ്ടിരിക്കുന്ന ആൾക്കാർ 99% ആൾക്കാർ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ ഇട്ടിട്ട്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ റിവേഴ്സ് കാര്യം പറയാം. 100 രൂപയ്ക്ക് ഞാൻ എടുത്തത് 1000 രൂപയ്ക്ക് വേണ്ടി ഇട്ടതാണ്. ഇത് 110 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി ഇട്ടതാണ്, പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. എന്നിട്ട് ഇത് നേരെ
താഴേക്ക് പോകുമ്പോൾ ട്രേഡിംഗ് പോർട്ട്ഫോളിയോക്ക് എടുത്ത് വെച്ച പോർട്ട്ഫോളിയോ ആണ്, താഴേക്ക് പോയി 90 അത് നാളെ ശരിയായിക്കോളും, ഇത് താഴെ പോയി, ഇതാണ് ഇല്ലാണ്ടാവുന്ന കമ്പനികൾ. അപ്പോൾ ട്രേഡിംഗ് പോർട്ട്ഫോളിയോയിൽ എടുത്ത സാധനങ്ങളെല്ലാം പോയി ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ ഇടും, ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ എടുത്ത സാധനങ്ങളെല്ലാം ട്രേഡിംഗ് പോർട്ട്ഫോളിയോയിൽ ഇടും. ഇത് വർക്കൗട്ട് ചെയ്യില്ല. മാനുഷികമായിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടെ, എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടെ ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് SIP ആണ്. അത് ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ മക്കളുടെ പേരില്ല. മക്കളുടെ പേര് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തുടത്തില്ല, മനസ്സിലായില്ലേ? ട്രേഡിംഗ് പോർട്ട്ഫോളിയോയിൽ ഞാൻ എൻ്റെ ബൈയിങ് സെല്ലൊക്കെ ചെയ്യും. മക്കളുടെ പോർട്ട്ഫോളിയോയിൽ ഞാൻ SIP ചെയ്തിട്ടുണ്ട്, അത് ഞാൻ തുടത്തില്ല. അത് അവരുടെ ഗോൾസിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അവരുടെ എഡ്യൂക്കേഷൻ ഗോൾസ് ഉണ്ട്, പിന്നെ എൻ്റെ റിട്ടയർമെൻറ്റ് ഗോൾസ് ഉണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യമാണ്. അത് ഞാൻ തുടത്തില്ല. പക്ഷേ ട്രേഡിംഗ് പോർട്ട്ഫോളിയോയിൽ ഞാൻ എൻ്റെ എല്ലാ പോക്കരുത്തരവും കാണിക്കും, മനസ്സിലായില്ലേ? പക്ഷേ ഇതിൽ തുടത്തില്ല. അപ്പോൾ അങ്ങനെ 2 പോർട്ട്ഫോളിയോ ഉണ്ടായാൽ നല്ലതായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയിട്ട് പിന്നീട് ട്രേഡിങ്ങിലേക്ക് വരുന്നതാണോ നല്ലത്, അതോ അബദ്ധം പറ്റിയിട്ട് ഒരുപാട് പേർക്ക് നഷ്ടം വരികയും ഇത് എൻ്റെ മേഖല അല്ലാന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്? അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കെപ്പോഴും നേരത്തെ നമ്മൾ അലക്സ് പറഞ്ഞു നിർത്തി കൊടുത്തെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് സാധാരണ നമുക്കെല്ലാവർക്കും ഒരു എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്കൊരു റിസൾട്ട് വേണം, എന്ത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാലും. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഒരു സാധനം വാങ്ങി വെച്ചു, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ വരുമ്പോൾ അതിൽ നിന്ന് വിറ്റ് കുറച്ച് കാശ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. അപ്പോൾ ഇതാണ് എപ്പോഴും നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ളൊരു താല്പര്യം. അപ്പോൾ ഇവൻ എനിക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എല്ലാ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും പറഞ്ഞു, ഇപ്പോൾ എന്നെയും ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ഞാനിതുവരെ ഞാൻ അങ്ങനെയായിട്ട് കണ്ടിട്ടില്ല. ഞാനൊരു ബേസിക്കലി എന്തോ കാര്യങ്ങളൊക്കെ പറയുന്നു, അപ്പോൾ അതിൽ ആരെങ്കിലും വല്ല ഗുണമുണ്ടാകുന്നു നമുക്ക് തോന്നും, അപ്പോൾ പിന്നെയും ഒരു മോട്ടിവേഷനായിട്ട് പിന്നെയും ചെയ്യും. പക്ഷേ നമുക്കെപ്പോഴും എല്ലാവർക്കും ഒരു വീഡിയോ വന്ന് ചെയ്യുന്ന സമയത്ത് എന്ത് കാര്യങ്ങൾ പറയേണ്ട ടൈമിൽ അവർക്ക് അവരുടേതായ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അപ്പോൾ ഓരോ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ്, ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഇത് വീഡിയോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനീഷ്യലി തുടങ്ങിയ ടൈമിൽ എനിക്ക് പ്യുവർലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കമ്പനിയുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിരുന്നത്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഇത് ഓണസ്റ്റായിട്ട് പറഞ്ഞത്. കാരണം വെച്ചാൽ പക്ഷേ 6 കൊല്ലമായിട്ട് എനിക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാർക്കറ്റിംഗ് എന്നുള്ളൊരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രം നടക്കില്ല. എനിക്കത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയും 2 വീഡിയോ ഇടാനായിട്ടുള്ളൊരു എനിക്ക് ഉള്ളിൽ നിന്ന് വരണമല്ല ഇത് തുടങ്ങിയത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഒബ്ജക്റ്റീവാണ്. ഇപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ സ്ഥാപനം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ആവില്ലായിരുന്നു. അപ്പോൾ അത് മറ്റുള്ളൊരു ഗുണം കിട്ടുന്ന ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോ ആൾക്കാർ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഓരോ ആൾക്കാരുടെയും ഒരു സിറ്റുവേഷൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇതേപോലെ തന്നെ വേറെ ഇൻഫ്ലുവൻസറിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ചിലപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഒരു കോഴ്സ് വിൽക്കുന്നതായിരിക്കാം. അപ്പോൾ ആൾ പറയും ട്രേഡിങ്ങിലൂടെ എനിക്ക് ഇത്ര ലാഭം കിട്ടി. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്താണ്, സാറിനെ പോലെ ട്രേഡിങ് പഠിക്കാനായിട്ട് എൻ്റെ അടുത്ത് എനിക്ക് പഠിച്ചു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ദേ വിൽ ഗെറ്റ് ദാറ്റ് പെയ്ഡ് പ്രോഗ്രാം ഫ്രം ദർ. അപ്പോൾ ഇനി നമ്മൾ ഒരു കോഴ്സ് ചെന്ന് പറയുമ്പോഴായിരിക്കും അവർ പറഞ്ഞത് ഇത് ഇൻട്രാഡേന്, അടുത്ത ദിവസം പറയും സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ വേറെ കോഴ്സ് ഉണ്ട്, അത് വരാൻ പറയും. അപ്പോൾ അപ്പോൾ പറയും സ്വിംഗ് ട്രേഡ് ചെയ്തിട്ട് കറക്റ്റ് ആവണില്ല, അപ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവും. അപ്പോൾ അവിടെ നഷ്ടം വരുന്നില്ല, അവർ അങ്ങോട്ട് ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ആശ്വസിക്കപ്പെടുന്നു, അങ്ങനെ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടുന്നു. അത് കഴിയുമ്പോൾ പിന്നെയും നിങ്ങൾ അവ പറയും ഇനി ട്രേഡിങ്ങിൽ നടക്കില്ല, ഇനി നല്ലത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയും ഫണ്ടമെൻ്റൽ അനാലിസിസ് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം പഠിക്കാന്നുള്ളത്. സോ യു വിൽ ബൈ ദാറ്റ് ഓൾസോ. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിനുപരി നമ്മൾ നേരത്തെ അലക്സ് പറഞ്ഞൊരു കാര്യം ക്ലിയർ ആയിട്ട്, ഒരു പറമ്പ് വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് 100 വില ചോദിക്കുന്നുള്ളൊരു കാര്യം, അതിനേക്കാളും ഉപരി ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കത് വേണമെന്നുള്ളത്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം പറമ്പ് വാങ്ങാൻ ടൈമിൽ. കാരണം ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു തിരുവനന്തപുരത്ത് ഈ പറമ്പിൽ 1 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങില്ല. കാരണം എനിക്ക് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കാനായിട്ട് എനിക്ക് യാതൊരു പ്ലാനില്ല. അപ്പോൾ ഞാനിത് വാങ്ങില്ല, എത്ര ലാഭത്തിനിട്ടാണെങ്കിലും ഞാനിത് വാങ്ങില്ല. കാരണം എനിക്ക് എറണാകുളത്തോ തൃശ്ശൂരാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് വേണമെന്ന് നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, അത് നോക്കിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴും ആരെന്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് ഉള്ളിലേക്ക് നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആക്കി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതിൽ ട്രേഡിങ്ങിലേക്ക് പോകണോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണം എന്നുള്ളത്. അങ്ങനെ ട്രേഡിങ്ങിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എന്താണ് ട്രേഡിംഗ് എന്ന് മനസ്സിലാക്കണം. ഇത് നേരത്തെ അലക്സ് പറഞ്ഞു കൊടുത്തെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ഈസ് എ ബിസിനസ്. അപ്പോൾ വാങ്ങുന്നു വിൽക്കുന്നു. അപ്പോൾ ഇത് ഡെയിലി നിങ്ങൾക്ക് നോക്കാൻ പറ്റണം.
ഇത് കറക്റ്റാണെന്നുള്ളത്. അത് നോക്കാനുള്ള സ്കിൽ സെറ്റും സമയവും താല്പര്യവും നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാം. ഇനി എൻഡ് ഓഫ് ദ ഡേ വെൽത്ത് ക്രിയേഷൻ ഇസ് മാൻഡേറ്ററി. നിങ്ങൾക്ക് അതിന് എസ്കേപ്പ് ഇല്ല. വെൽത്ത് ക്രിയേഷനിൽ നിങ്ങൾക്ക് മാറാനായിട്ട് എസ്കേപ്പ് ഇല്ല. അതിന് നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് കാശ് ഉണ്ടാക്കണമെങ്കിൽ അത് ബിസിനസ്സല്ലേ, അതിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വയ്ക്കി വെൽത്ത് ക്രിയേഷൻ മാറ്റി വെക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ആരെന്തു പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കൈയടിക്കാതെ, ഇപ്പോൾ എനിക്കൊരു ക്ലയൻറ്റായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോൾ എസ്പെഷ്യലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി, എസ്പെഷ്യലി എനിക്കറിഞ്ഞൂടെ ഇവിടെ എത്ര പേര് മുസ്ലിംസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഷെറിയ ബിലീവ് ചെയ്യണ്ട, എനിക്കറിഞ്ഞൂടാ. ഷെറിയ ബിലീവ് ചെയ്യുന്ന ആൾക്കാർ എസ്പെഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മുസ്ലിംസിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലയിടവർക്ക് ഇൻഷുറൻസ് എടുക്കാൻ പാടില്ല. ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, പലിശ ഉള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, പലിശ ഹറാമാണ്. അപ്പോൾ പക്ഷേ എല്ലാ മുസ്ലിംസും അങ്ങനെയല്ല. അപ്പോൾ ഞാനപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നത്, അപ്പോൾ എനിക്ക് ഒരു എൻ്റെ കണക്കിൽ ഇൻഷുറൻസ് നിർബന്ധമാണെന്നുള്ളൂ. അപ്പോൾ ഞാനപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതുകൊണ്ടാണ് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കേണ്ടതെന്നുള്ളൂ. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമില്ല, എല്ലാ കാര്യത്തിനും അവരെന്നോട് ചോദിച്ചിട്ട് ഡിസിഷൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം ഈവൻ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പുള്ളി നമ്മളെ വിളിച്ച് ചോദിക്കും, എന്നിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇൻഷുറൻസിനെ പറ്റി എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ആളെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഞാൻ എല്ലാ ഇൻവെസ്റ്റേഴ്സിനോട് പറഞ്ഞൊരു കാര്യമാണ്. അവർ പറഞ്ഞ കാര്യമാണ്, സാറ് പറയാനുള്ള പറഞ്ഞു, ഇനി ഡിസിഷൻ എടുക്കുന്നത് എൻ്റെ വിവേകമാണ്, എൻ്റെ വിശ്വാസത്തിനനുസരിച്ചിട്ട് അത് ഉതകുകയാണെങ്കിൽ ഞാൻ എടുക്കുന്നുള്ളൂ. ആൻഡ് ഐ റെസ്പെക്ട് ഹെർ ലൈക്ക് എനിത്തിങ്. ഈ പറഞ്ഞ സാധനം പറഞ്ഞത് ഇത് തന്നെയാണ്. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പറയണത് വിട്ടേക്ക്, ഇനി നിങ്ങൾ പോയിട്ട് നാളെ കാണുമ്പോൾ ഇനി യൂട്യൂബിൽ പറയുന്ന പലതും പറയും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത് ദയവ് ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് യു ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ. അല്ലാതെ ഏതെങ്കിലും യൂട്യൂബർ എന്ന് പറയുമോ എനിക്ക് തംബ്നെയിലാവാൻ വേണ്ടിയിട്ട് നാളെ 100 ഇരട്ടി ആവുന്ന മൾട്ടി ബാഗർ എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇടും. അതിൻ്റെ ആവശ്യം എന്താണ്? തംബ്നെയിലിൽ കൂടെ എൻ്റെ ചിലപ്പോൾ യൂട്യൂബ് റവന്യൂ കൂട്ടാനായിരിക്കും. ഇത് കണ്ടിട്ട് അതിലൊരു സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും. ഇത് നിങ്ങൾ വാങ്ങിയിട്ട് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് പോയി ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ഇറ്റ്സ് എ ഹാർഡ് ആൻഡ് മണി, പ്ലീസ് ടേക്ക് എ റെസ്പോൺസിബിൾ കോൾസ് ചെയ്യാൻ. മിക്കവാറും എല്ലാ നിക്ഷേപങ്ങളും മൊബൈൽ ആപ്പിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇതിനകത്ത് ഏതാണ് ശരിക്കും ശരി, ഏതാണ് ശരി, ഏറ്റവും ശരി ഏതാണ്? അങ്ങനെ ഒരു സംഗതി ഉണ്ടോ, അതോ എല്ലാം കൂടെ ചേരുന്നതാണോ ശരിയായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്? അസറ്റ് ക്ലാസ്സിനെ കുറിച്ചല്ലേ റോഷൻ ചോദിച്ചത്? പല അസറ്റ് ക്ലാസ്, ഒബ്വിയസ്ലി എല്ലാ അസറ്റ് ക്ലാസ്സും അതിൻ്റെ ശരികളുണ്ട്. അതിൻ്റെ സമയങ്ങളിൽ അത് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ തുടക്കം തന്നെ സംസാരിച്ചത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിങ് അസറ്റ് ക്ലാസ് ഇസ് ഗോൾഡ്. അടുത്ത വർഷം അതാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എപ്പോഴും സേ ഫോർ എക്സാമ്പിൾ 100 രൂപയുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ അസറ്റ് ക്ലാസ്സായിട്ട് പറയുന്നത് എക്വിറ്റി, ഡെറ്റ്, ഫിക്സ്ഡ് ഇൻകം, ഡെറ്റ്, ഗോൾഡ്, ദെൻ കറൻസി, റിയൽ എസ്റ്റേറ്റ്. ഇപ്പം നമ്മൾ പുതുതായിട്ട് കൂട്ടുന്നതാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. ക്രിപ്റ്റോ പക്ഷേ ഇവിടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ല. US-ൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. കാരണം ETF പോലെ അതിൻ്റെ അകത്ത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അല്ലാത്ത ഇവിടെ ഇന്ത്യയിൽ അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള, കാരണം ഇന്ത്യൻ ലീഗൽ സിസ്റ്റം അത് അപ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷേ ഇറ്റ് ഈസ് സ്റ്റിൽ ട്രേഡിങ് ആൻഡ് ഓൾ. ബട്ട് വിൽ യൂസ് ദ 5 കറൻസി. അപ്പോൾ 100 രൂപ ഉണ്ടെങ്കിൽ 20 രൂപ എല്ലായിടത്തും ഇടുക. 20 രൂപ ലാൻഡിലിടുക, 20 രൂപ ഇക്വിറ്റിയിലിടുക, 20 രൂപ കറൻസിയിൽ വെക്കുക. അത് ഡോളർ ആണെങ്കിൽ ഡോളർ, അല്ലെങ്കിൽ റുപ്പി ആണെങ്കിൽ റുപ്പി, യെൻ ആണെങ്കിൽ യെൻ, പല കറൻസിയിൽ വെക്കാം. ഗോൾഡിലിടുക, സ്ഥിര നിക്ഷേപങ്ങളിടുക, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഇത് സ്റ്റാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിനെ നമ്മൾ പറയുന്നത് സാധാരണ രീതിയിൽ കുറച്ച് ഡൈനാമിക് ആയിട്ട് ചെയ്യുക. 20 രൂപ എല്ലാത്തിനും ഇടുന്നതിന് 20 രൂപ എല്ലാത്തിനും ചെയ്യുന്നതിന് പകരം ഓരോ സാഹചര്യങ്ങളെ മനസ്സിലാക്കി, അതാണ് ഒരു മാക്രോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ എവിടെയാണ് എന്നൊരു ലേൺഡ് സൊസൈറ്റിയുടെ ഉള്ളിൽ കുറച്ച് മാക്രോ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ആ 20 രൂപ ഗോൾഡിൽ ഒരു 40 രൂപ 50 രൂപ ഇട്ടിരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കാണ് വിജയം. മനസ്സിലായില്ലേ? അവർ കൂടുതൽ വിജയിച്ചു. ആ ഒരു കപ്പാസിറ്റി ഇല്ലേ? അപ്പോൾ അതിനാണ് കൂടുതൽ വിജയം വരുന്നത്. അടുത്ത വർഷം ചിലപ്പോൾ വേറെ ആയിരിക്കും വിജയം വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ അസറ്റ് ക്ലാസ്സും ഉപയോഗിക്കണം. പക്ഷേ അതിനെ ഒന്നും സീറോ ആക്കാൻ പാടില്ല. പക്ഷേ ഒന്നും ഓവർ എക്സ്പോസ്ഡ് ആവാനും പാടില്ല. ഒന്നിലേക്ക് ഓവർ എക്സ്പോസ്ഡ് ആവാൻ പാടില്ല, ഒന്നും സീറോ ആക്കാൻ പാടില്ല. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം ഏറ്റവും കൂടുതൽ ഓവർ എക്സ്പോഷറാണ്. എൻ്റെ ഫാമിലിയിൽ തന്നെ ഞങ്ങൾ ഒരു 8 years 10 years മുമ്പ് ഞങ്ങൾ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള കാര്യം, ഞങ്ങൾ ഓവർ എക്സ്പോസ്ഡ്, ഞങ്ങൾക്ക് ലിക്വിഡിറ്റി ഭയങ്കര ടൈറ്റായിരുന്നു.
ലിക്വിഡിറ്റി ടൈറ്റ് ആയതിൻ്റെ കാരണം എന്താ, ഞങ്ങൾക്ക് നല്ല വെൽത്ത് ഉണ്ട്. വെൽത്ത് എന്താണെന്നാണ് ലാൻഡിലാണ് കിടക്കുന്നത്. ലാൻഡ് പക്ഷെ പെട്ടെന്ന് ലിക്വിഡാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ലാൻഡ് പാടില്ല എന്നല്ല പറയണേ. അപ്പം പിന്നെ ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് അതിൻ്റെ അകത്ത് പുതിയ ഏർണിങ്സ് വരുമ്പോൾ ലാൻഡിലേക്കല്ല ഗോൾഡിലേക്കും എക്വിറ്റിയിലേക്കും ഇങ്ങനെ പല പല മാർഗ്ഗങ്ങളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മാറ്റി ഇട്ടുകൊണ്ട് അത് കുറേ കൂടെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായിട്ട് ബാലൻസ്ഡ് ആയെന്നും പറയുന്നില്ല. ഇപ്പോഴും കുറേ കൂടെ സ്ക്യൂഡ് ടുവേർഡ്സ് ലാൻഡുണ്ട്. പക്ഷേ ലാൻഡിൻ്റെ ലിക്വിഡേഷൻ സംഭവിക്കുമ്പോഴാണ് മറ്റേതെങ്കിലും കൂടുതലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് ഞാനൊരു എക്സാമ്പിൾ നമ്മുടെ തന്നെ സ്വന്തം എക്സാമ്പിൾ പറയണം. അപ്പോൾ ഒരിക്കലും ഒന്ന് ശരി തെറ്റെന്നുള്ളതിനെ പറയുന്നതിനെക്കാട്ടി കൂടുതൽ അതിനെ എങ്ങനെ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യുക, എല്ലാത്തിനെയും അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക. കാരണം ബിറ്റ് കോയിനിൽ ഉൾപ്പെടെ ഞാൻ പറയും, എൻ്റെ ഒരു സുഹൃത്ത് ബിറ്റ് കോയിൻ $2000 സമയത്ത് എൻ്റെ സുഹൃത്ത് അദ്ദേഹം 5 ബിറ്റ് കോയിൻ ഒരു വാളറ്റിൽ ഇട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ $10000. അന്നത്തെ ലെവലിൽ ഏകദേശം റുപ്പി അറൗണ്ട് 60-65 രൂപ എന്തുമായിരുന്നുള്ളൂ, 60. അപ്പോൾ 6 ലക്ഷം രൂപ ഇട്ടിട്ട് പറഞ്ഞു അത് പോട്ടെ, അത് പോയാൽ പോട്ടെ, അല്ലെങ്കിൽ ചിലപ്പം ഇത് തട്ടിപ്പാണോ ഇല്ലെന്ന് പോലും അറിയാത്ത കാലഘട്ടമാണ് പറയുന്നത്. അത് പോട്ടെ, അത് ചിലപ്പോൾ എന്ത് ശരിയായി കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരുടെ പഠിത്തത്തിന് എവിടെയെങ്കിലും ഉപയോഗിക്കാം, അതിൻ്റെ വില ഇന്നിപ്പോൾ എന്താണ്. അങ്ങനെയാണ് അത് ചെയ്തത്. അപ്പം സോ ഇറ്റ്സ് ഓൾ വി ക്യാൻ നെവർ സേ ദാറ്റ് വൺ ഈസ് റൈറ്റ് ഓർ വൺ ഈസ് റോങ്. അപ്പം നമ്മൾ ബുദ്ധിപരമായിട്ട് അസറ്റ് അലോക്കേഷൻ ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. വേറൊരു കാര്യമുള്ളത്, ഈ നിക്ഷേപം അല്ലെങ്കിൽ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അതിനെ ആൾക്കാരെല്ലാവരും കാണുന്നത് ഒരു പിശുക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ ശരിക്കും ഒരു സമ്പാദ്യ ജേണിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ശരിക്കും പിശുക്കണോ അതോ പിശുക്കാതെ തന്നെ അത് സാധ്യമാണോ? ഇവിടെ പിശുക്കി സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ റോഷൻ ചോദിച്ചതിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പലപ്പോഴും പിശുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഞാനൊരിക്കലും ഒരു 80 വയസ്സായുള്ള ആളായിട്ട് സംസാരിക്കണം. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിഖിൽ എപ്പോഴും പറയണത് പിശുക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയല്ല, കുറച്ച് ജീവിതമൊക്കെ ഒന്ന് കാണണം, ഒന്ന് ഇത് ചിലവായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് കിട്ടും എന്നാലോചിച്ചിട്ട് നിങ്ങളൊന്ന് ചിലവാക്കാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പിശുക്കാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആകെ പറഞ്ഞേക്കുന്ന കാര്യം വെച്ചാൽ ഒരു ബാലൻസ് അപ്രോച്ച് വേണം. അപ്പോൾ ആൾ പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവൻ എന്നോട് ചില ക്ലയൻസ് തന്നെ ഒന്ന് പറയാറുണ്ട്, ഇപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ എന്തെങ്കിലും വാങ്ങാൻ പോകണമെന്ന് പറയുമ്പോൾ എന്നെ കൂടുതൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ പറയാത്തറേ അത് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആകെ ഉള്ള കാര്യം വെച്ചാൽ നമ്മൾ അധികം പിശുക്കിയിട്ട് അതിൽ ഒരു പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ അത് നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലിരുന്നിട്ട് ചിലപ്പോൾ നമുക്ക് ഇരുന്നിട്ട് ഇതേമാരത്തെ ഒരു നല്ലൊരു കസേര ഉണ്ടെങ്കിൽ അതിലിരുന്ന് വായിക്കുന്നത് നല്ലൊരു ഗുണമായിരിക്കും. അപ്പോൾ പിശുക്കി വെച്ചിട്ട് ഈ കസേര വാങ്ങാണ്ടിരിക്കുന്ന പറഞ്ഞത് അത് വാങ്ങിയിട്ടൊരു 4 ബുക്ക് വായിക്കുക, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് നോളജ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പിശുക്കണതിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, കുട്ടികളുടെ എഡ്യൂക്കേഷനായിട്ട് ഞാൻ ഇത്ര കാശ് വയ്ക്കുക, പക്ഷേ വൈഫ് പറയണമെന്ന് വെച്ചാൽ ബന്ധുക്കളും അയൽവക്കാരെല്ലാവരും മക്കൾ യൂറോപ്പിലൊക്കെ പോയിട്ട് പഠിക്കണം അത്രേ. അപ്പോൾ യൂറോപ്പിൽ പോയി പഠിക്കുന്ന സമയത്ത് എൻ്റെ മോനെ യൂറോപ്പിൽ പോയി പഠിപ്പിക്കണം എന്നാണ് വൈഫ് പറഞ്ഞത്. ഇപ്പോൾ മോനാണെങ്കിലും പറഞ്ഞു പഠിക്കുകയാണെങ്കിൽ ഞാൻ യൂറോപ്പിൽ പോയി പഠിക്കുള്ളൂ എന്നാണ് മകനും പറഞ്ഞേക്കണത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ സാറേ പയ്യൻ എങ്ങനെ നന്നായിട്ട് പഠിക്കുമോ, അവൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ. അപ്പം പയ്യൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ വെച്ചാൽ ഞാൻ പഠിക്കണില്ലെങ്കിൽ പഠിക്കില്ല, ഞാൻ അപ്പുറത്ത് പോയിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് മെക്കാനിക്ക് പഠിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു കടയിട്ടുള്ളതാണ്. അത് അമ്മയുടെ അഭിമാനത്തിന് ക്ഷയിക്കുകയും ചെയ്യും. പിന്നെ മകൻ പറഞ്ഞാൽ അടുത്ത കണ്ടീഷൻ ആണെങ്കിൽ അമ്മ പറഞ്ഞ പോലെ യൂറോപ്പിൽ പോയി പഠിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതായിരുന്നു, സാറിൻ്റെ അഭിപ്രായത്തിൽ പറയും ഈ പയ്യൻ പഠിക്കുമോ പഠിക്കില്ല. അപ്പോൾ പഠിക്കില്ല എന്നുള്ളൊരു ഉറപ്പാണ്, ആ പൈസ പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ടൈമിൽ പിശുക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അച്ഛൻ പിശുക്കി മോനെ വർക്ക്ഷോപ്പിൽ വിട്ട് ഇപ്പോൾ മോൻ സ്വന്തമായിട്ട് തുടങ്ങി. ഇപ്പോൾ അച്ഛനും SIP ഉണ്ട്, മോനും SIP ഉണ്ട്, ഈ പറഞ്ഞ സാധനം പറഞ്ഞില്ല. അപ്പോൾ ഈ പിശുക്കേണ്ടോടത്ത് പിശുക്കണം, പിശുക്കേണ്ടാത്തോടത്ത് പിശുക്കരുത്. അപ്പോൾ ഈ നമ്മൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിലവാക്കുന്ന ടൈമിൽ അതിലൊരു ഒരു ഗുണമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് നല്ലൊരു ഡ്രസ്സ് ഇടാതെ നിങ്ങൾ ഓഫീസിൽ പോകണം, ആ ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടത്തില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആ ഓഫീസിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ നിങ്ങളുടെ പ്രൊമോഷൻ പോയി. ആ പിശുക്കൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഈ പറഞ്ഞ കാര്യം വെച്ചാൽ ഒരാളെ ഇമ്പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ വാങ്ങിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തിരിക്കണം. പക്ഷേ അതിനും ഒരു ടൈം ലൈൻ കൊടുക്കണം. ഇത് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനല്ല, എനിക്ക് നേട്ടം കിട്ടാൻ എന്നുള്ളൊരു നല്ലൊരു ബോധ്യത്തോടെ വേണം ഈ കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ എന്താണോ ഇമ്പ്രസ് ചെയ്യേണ്ട സാധനം അതിനും വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഗോൾ വയ്ക്കണം.
എന്നിട്ട് ഒരു കൊല്ലം കൊണ്ട് SIP ചെയ്തിട്ട് ആ സാധനം ലോൺ എടുക്കാതെ വാങ്ങാൻ നിങ്ങൾ പഠിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ഒന്നും കൂടിയും നന്നാവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് പിശുക്കാനായിട്ട് നമ്മൾ ആരും പറയുന്നില്ല, അടിച്ചു പൊളിച്ച് ജീവിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, കാരണം നിഖിൽ പറഞ്ഞ വളരെ കറക്റ്റാണ്. എപ്പോഴും ഉള്ള പ്രോബ്ലമാണ് എല്ലാവരും പറയുന്നത്. ഈ ഫിനാൻഷ്യൽ ആൾക്കാരെ കാണുമ്പോൾ അപ്പം തന്നെ എല്ലാം പൈസ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പൈസ ചിലവാക്കരുതെന്ന് പറയുന്ന ആൾക്കാർ. അത് തെറ്റായ ധാരണയാണ്. ഒരു ഇക്വേഷൻ നമ്മളെപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഇക്വേഷൻ, ഈ പിശുക്കിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും സാധാരണ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇൻകം മൈനസ് എക്സ്പെൻസസ് ഈക്വൽ ടു സേവിങ്സ് എന്നാണ്. നമുക്ക് എത്ര ഇൻകം ലഭിക്കുന്നു, എത്ര എക്സ്പെൻസസ് കഴിഞ്ഞു, ബാക്കി സേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി ആ ഇക്വേഷൻ തെറ്റാണ്. ഷുഡ് ബി ഇൻകം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു ചെറിയ പോർഷൻ, ഈവൻ 10% ആയിക്കോട്ടെ, 5% ആയിക്കോട്ടെ, 10%. നമുക്കൊരു 10,000 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു 1,000 രൂപ മാറ്റി വെച്ചിട്ട് 9,000 രൂപയും ചിലവഴിക്കും. ഇൻകം മൈനസ് സേവിങ്സ് ഹാസ് ടു ബി എക്സ്പെൻസസ്. കാരണം ഈ ഒരു ഇക്വേഷനിലേക്ക് ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ ആ ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി വരും. മറ്റേ ഡിസിപ്ലിൻ വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സൂത്രപ്പണിയാണ് പറയുന്നത്. കാരണം ഇൻകം മൈനസ് സേവിങ്സ് ഹാസ് ടു ബി എക്സ്പെൻസസ് റാദർ ദാൻ ഇൻകം മൈനസ് എക്സ്പെൻസസ് ഈക്വൽ ടു സേവിങ്സ് അല്ല. ഇറ്റ് ഡസൻറ്റ് വർക്ക്. ജസ്റ്റ് ടു ആഡ് ഓൺ ടു വാട്ട് നിഖിൽസ്. നമ്മളിൽ ഇരിക്കുന്ന പല ആൾക്കാർക്കും, ഞാൻ ഉൾപ്പെടെ, ശമ്പളം കിട്ടുന്നു, ഇതെങ്ങോട്ടാണ് പോയതെന്ന് അറിയാൻ പാടില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി ആകാൻ പോകുന്നു. അപ്പോൾ എല്ലാ ജനുവരിയിലും നമുക്ക് ഈ വർഷം മുതൽ എന്തായാലും സേവ് ചെയ്ത് തുടങ്ങണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നടക്കാറില്ല. ശരിക്കും ഒരു ആളുടെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം സേവിങ്സിലേക്ക് പോകണം, എത്ര ശതമാനം കൊണ്ട് ജീവിക്കണം, എത്ര ശതമാനം EMIയിലേക്ക് പോകണം, അങ്ങനെ ഒരു റൂളുണ്ടോ? റൂളുണ്ടെങ്കിൽ എങ്ങനെ അത് എഫക്റ്റീവായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം? ദർ ആർ തമ്പ് റൂൾസ്. ഇപ്പം യൂട്യൂബിൽ അല്ലെങ്കിൽ എല്ലായിടത്തും നോക്കിയാൽ അറിയാം, തമ്പ് റൂൾ പറയും 20% എന്ന് പറയും, 20%. പക്ഷേ ഞാൻ തമ്പ് റൂളിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം തമ്പ് റൂളിനെക്കാട്ടി കൂടുതൽ അവരവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പം ഒരു ക്യാമ്പയിൻ തന്നെ റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ. വലിയൊരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ്. മാക്സിമം ആൾക്കാർ, കാരണം അല്ലാത്ത ഹെൽത്ത് ചെക്കപ്പ് എല്ലാവരും ചെയ്യും. അപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെക്കപ്പ് ചെയ്യുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ എന്നുള്ളതുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഓക്കെ, നമുക്ക് ബ്ലഡ് ഷുഗർ നോക്കണം, പ്രഷർ നോക്കണം, കൊളസ്ട്രോൾ നോക്കണം എന്നുള്ള ഇന്ന പാരാമീറ്റേഴ്സ് ആണെന്ന് ഉൾപ്പെടെ നമുക്കറിയാം. ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ് എന്ത് പാരാമീറ്ററാണ് നോക്കേണ്ടതെന്ന് പോലും ആൾക്കാർക്ക് ഇന്ന് അറിയില്ല. അപ്പോൾ അതിലേക്കുള്ള ഒരു ധാരണ ആദ്യം തുടങ്ങിയാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര സേവ് ചെയ്യാൻ സാധിക്കും? കാരണം ചിലവർക്ക് EMI ഓവർ ബേർഡൻ ആണെങ്കിൽ അവരുടെ എക്സ്പെൻസസിൻ്റെ അകത്ത് വേറെ ചില കാര്യങ്ങൾ കട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. ആദ്യം അവിടുന്ന് തുടങ്ങേണ്ടി വരും. അങ്ങനെ ഉണ്ടാവും. ചില സമയത്ത് ഇൻഷുറൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു യാത്രയല്ലേ പോകുന്നത്. ഒരു യാത്ര പോകുമ്പോൾ ഒരു യാത്രയിൽ ഒരു അപകടം ഉണ്ടായാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പോകും. അത് നമുക്കാവാം, നമ്മുടെ വീട്ടുകാർക്കാവാം, ആർക്കെങ്കിലും നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു അപകടം ഉണ്ടായാൽ ഇപ്പോൾ ബേസിക് ഇൻഷുറൻസ് എന്ന് പറയുന്നത് റിസ്ക് കവറാണ്. ഞാൻ ലൈഫ് ഇൻഷുറൻസിൻ്റെ മാത്രമല്ല, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഇസ് എ സെപ്പറേറ്റ് തിങ് ടോട്ടലി. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് എ മസ്റ്റ്. ഇപ്പോഴും നമ്മൾ ഇന്ത്യ ആവറേജ് ഇസ് ഓൺലി 4 to 5% ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്. ഇറ്റ്സ് വെരി വെരി ലെസ്. അപ്പോൾ നമ്മുടെ പിന്നെ മിക്ക എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് പറയുമ്പോൾ പറയും എൻ്റെ കമ്പനി ഇൻഷുറൻസ് ഉണ്ട്. കമ്പനി ഇൻഷുറൻസ് എപ്പോഴും പോയി ചെക്ക് ചെയ്ത് അറിയാൻ മനസ്സിലാവും 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുടെ മുകളിൽ കവർ ഉണ്ടാവില്ല. പക്ഷേ നമുക്കൊരു അപകടം വരുവാണെങ്കിൽ, ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മുടെ കവർ അത് മതിയാവില്ല. ഇറ്റ് വിൽ ബി മച്ച് മോർ ദാൻ ദാറ്റ്. സോ ദാറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഇൻ ദ കറണ്ട് ആവറേജ് ഇറ്റ് ഷുഡ് ബി മിനിമം 5 to 10 lakhs എങ്കിലും കവർ, ഒരു ഫാമിലി കവറെങ്കിലും ഇല്ലെങ്കിൽ ഒരു കംഫർട്ടബിളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരൊറ്റ ഒരു എപ്പിസോഡ് മതി നമ്മുടെ എല്ലാ കാര്യങ്ങളും പോകാൻ വേണ്ടി. അപ്പം ഇതൊക്കെ പറഞ്ഞ ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ ആദ്യം നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ അടുത്ത് പോയി ആദ്യം ചെയ്യേണ്ടത് പറയണം, എനിക്കൊരു ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ തന്നെ അവർ ചോദിക്കും എന്താണ് സംഭവിച്ചത്. അങ്ങനെ ആകുമ്പോൾ അറിയാം ഇവർക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മറ്റേന്ന് പറഞ്ഞാൽ എല്ലാവരും സെല്ലേഴ്സാണ് വരുന്നത്. നിങ്ങളൊരു ഇൻഷുറൻസ് പിടിക്കുക, നിങ്ങളല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് എടുക്കുക, ഒരു വ്യക്തിപരമായിട്ട് ഒരാൾക്ക് കേൾക്കാൻ താല്പര്യപ്പെട്ട് മനസ്സിലാക്കി ഒരു ഡോക്ടറിനെ സമീപിക്കുന്ന പോലെ സമീപിക്കുകയും അത് ഡോക്ടർ പോലെ തന്നെ അത് പറയുകയും ചെയ്യുന്നുള്ളൊരു ഉറപ്പ് ഉണ്ടാലല്ലേ വരുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മൾ ഡോക്ടറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു കാഴ്ചപ്പാടിലേക്കാണ് ലോകം മൂവ് ചെയ്യുന്നത്. ഇന്നിപ്പം പ്രോഡക്റ്റ് സെല്ലേഴ്സാണ് ആർക്കും വേണ്ട, എല്ലാവർക്കും വേണ്ട സൊല്യൂഷൻ പ്രൊവൈഡേഴ്സാണ്.
അപ്പം അല്ലെങ്കിൽ എന്താണ്, എല്ലാവരും ആപ്പ് ത്രൂ വാങ്ങിച്ചാൽ മതി. ഇതിനെക്കുറിച്ച് പൂർണ്ണമായ ധാരണ എടുത്തിട്ട് എല്ലാവരും സ്വന്തമായിട്ട് പഠിക്കുക, ആപ്പ് ത്രൂ എല്ലാം ചെയ്യുക. ഞങ്ങളുടെ ജോലിയൊന്നുമില്ല, ഞങ്ങളുടെ ജോലി ആവശ്യമില്ല, മനസ്സിലല്ലേ? ഞങ്ങളുടെ ജോലി ആവശ്യമുള്ളത് അങ്ങനെയുള്ള രീതിയിലാണ്, അല്ലാണ്ട് ആവശ്യമില്ല. ശരിക്കും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നവർ, പ്രത്യേകിച്ച് ഓഹരിയിൽ, എന്തൊരു സ്ട്രാറ്റജി ആയിരിക്കും, എത്ര കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്? അത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതാണോ നല്ലത്, അതോ ഡയറക്റ്റ് സ്റ്റോക്കിലേക്ക് പോകുന്നതാണോ നല്ലത്? അല്ല, ഇപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യനും ഇപ്പോൾ അലക്സിൻ്റെയും കൂടിയുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പോ ഫിനാൻഷ്യൽ പ്ലാനിങ്ങോ അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൽ ആ പറഞ്ഞതിൽ തന്നെ നിർത്തി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ പോണേക്കാളും മുന്നേ നമുക്ക് അറിയേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ അടുത്ത് കയ്യിൽ കുറച്ചൊരു എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളത്. അതിനെ നമുക്ക് എമർജൻസി ഫണ്ടെന്നോ അല്ലെങ്കിൽ റെയിനി ഫണ്ട് എന്നൊക്കെ പറയാം. അറ്റ്ലീസ്റ്റ് നമ്മുടെ മാസത്തെ ചിലവ് എത്രയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഇവിടെ എല്ലാവർക്കും അറിയാം. മാസം എത്ര രൂപ ചിലവുണ്ടെന്നുള്ള അറിയോ? ഒരു മാസം എത്ര രൂപ ചിലവുണ്ടെന്ന് അറിയോ? അപ്പോൾ ഇനി അതുണ്ടെന്ന് അറിയണവർക്കാണെങ്കിൽ ആ ചിലവിനുള്ളിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടോ? അപ്പോൾ ആ പൈസ അറിഞ്ഞിരിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 6 മാസത്തേക്കെങ്കിലുള്ള പൈസ അത് കയ്യിൽ വെക്കണം. എന്ന് വെച്ചാൽ അടുത്ത 6 മാസത്തേക്ക് ഇൻകം ഒന്നും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് യാതൊരു വിധത്തിലും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടാതെ അടുത്ത ജോലി കണ്ടെത്താനുള്ള സെറ്റപ്പ് വേണം. ഇനി നിങ്ങളുടെ ജോലി അടുത്ത 6 മാസത്തിൽ കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ 12 മാസം എമർജൻസി ഫണ്ട് വേണം. അതിനർത്ഥം അടുത്ത 12 മാസത്തേക്ക് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട, ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ചെയ്താൽ മതി. അതോടൊപ്പം ഈ ഹെൽത്തും ഇതൊക്കെ ചെയ്തു വയ്ക്കുക. ഇതാണ് ഫസ്റ്റത്തെ കാര്യം. ഫൗണ്ടേഷൻ ഈ പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഇതിന് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന് പകരം വേറെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ഈ എമർജൻസി ഫണ്ട് എത്തണവരെ എത്തിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ അക്കൗണ്ടിന് ATM കാർഡ് വരെ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇനി അടുത്ത ആൾ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരൻ നിങ്ങളുടെ കടം ചോദിച്ചാൽ പോലും ആ കാശ് കൊടുക്കരുത്. കാരണം ദാറ്റ് ഈസ് യുവർ എമർജൻസി ഫണ്ട്. യു കാൻ ഗിവ് ദറ്റ് മണി ടു എനി വൺ എൽസ്. ഇത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ടൈമിൽ ഇപ്പോഴത്തെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ SIP-യിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഈ എമർജൻസി ഫണ്ടും ഹെൽത്ത് ഇൻഷുറൻസും ടൈം ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ടൈം ഇൻഷുറൻസ് വെച്ചാൽ നമുക്ക് എങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് വിന്നർ ആണെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ഒരു ബൾക്ക് പൈസ വേണം, അല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ആ പൈസയ്ക്ക് കണക്കാക്കിയിട്ടുള്ള ഈ 3 കാര്യങ്ങൾ ഫൗണ്ടേഷൻ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്യണം, ചിലപ്പോൾ അടുത്ത 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണം കഴിക്കാനുള്ള പൈസ ആണെന്നുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം അടുത്ത 2 വർഷം ഇക്വിറ്റി മാർക്കറ്റ് എവിടേക്കാണെന്ന് അറിയില്ല. ഇനി അടുത്ത 10 നിങ്ങളുടെ കുട്ടിക്ക് 7 വയസ്സുള്ളൂ, 17ാമത്തെ വയസ്സിൽ കുട്ടി എഡ്യൂക്കേഷൻ ഉണ്ട്, 10 വർഷം കയ്യിലുണ്ട്. 10 വർഷം കയ്യിലുണ്ടെങ്കിൽ ഡെറ്റ് ഫണ്ടിലോ FD ഇടാന്ന് വെച്ചാൽ മണ്ടത്തരമാണ്. അത് നമ്മൾ ഇക്വിറ്റി ഫണ്ടിലായിരിക്കണം നമ്മൾ പൈസ ഇടേണ്ടത്. ഇനി അടുത്ത 7 വർഷത്തിൽ നിങ്ങളുടെ കുട്ടിയുടെ കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഗോൾഡിലും സർട്ടൻ പെർസെൻറ്റേജ് ഇക്വിറ്റിയിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കണക്ക് നമുക്കുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒറ്റ ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്തിനു വേണ്ടി എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നാണ് ആ പൈസ തിരിച്ച് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് വയ്ക്കുക. അടുത്ത 2 വർഷം 3 വർഷത്തിനുള്ളിലാണെങ്കിൽ FD-യിലോ ഡെറ്റ് ഫണ്ടിലോ ഇട്ട് വയ്ക്കുക. അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗോൾഡും ഇക്വിറ്റി ആയിട്ടൊക്കെ തരംതിരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. എത്ര ഇപ്പോൾ എന്നോട് ഇപ്പോൾ പല ക്ലയൻസിനോടും പറയുന്ന കാര്യമാണ്, നിങ്ങൾ തന്ന അസസ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നില്ല. കാരണം വെച്ചാൽ അന്ന് നിങ്ങൾ ഗോൾഡിലും സിൽവറിലും ഒരു 10% മാത്രമേ ഇടിച്ചുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അസറ്റ് അലോക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ 10-20% കൊടുത്തുള്ളൂ. അത് ഇപ്പോഴും കറക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചോദ്യം വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എക്സിറ്റ് ചെയ്ത് തുടങ്ങിയാൽ നമ്മളിപ്പോൾ പറയണത്. അതിന് ആൾക്കാർ തയ്യാറാവണില്ല. ഇന്ന് തയ്യാറായി. കാരണം വെച്ചാൽ ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ പലരും പറഞ്ഞു വെച്ചാൽ നമുക്കൊന്ന് എക്സിറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഗോൾഡും സിൽവറും എല്ലാവരും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 1 വർഷത്തിന് മുന്നേ വരെ നമ്മൾ എല്ലാവരും സ്മോൾ ക്യാപ്പിൻ്റെ പുറകെയായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഡിഫൻസ് ഫണ്ടിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഏതാണോ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് അതിൻ്റെ പുറകെ പോകാതെ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആയിട്ട് വയ്ക്കുക. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട കാര്യം വെച്ചാൽ ഞാനെന്ന വ്യക്തിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ചോദ്യം കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റുകയും ചില ടൈമിൽ ചോദിക്കാൻ പറ്റില്ല. ആ സമയത്താണ് യൂണിയുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചോദിക്കുമോ പനിക്കുള്ള മരുന്ന് തരാനായിട്ട്? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അല്ലെങ്കിൽ പറയും പനിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളല്ലേ, പനിക്കുള്ള അസുഖത്തിനുള്ള മരുന്ന് എല്ലാവർക്കും അറിയില്ലൂടെ, ഡോളോ 650. പക്ഷേ ഞാനിപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ എനിക്കറിഞ്ഞൂടെ ഡോളോ 650 അല്ലേ മരുന്ന്. പക്ഷേ ഈ ഡോളോ 650 എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും 100% പനി മാറുന്നുള്ളത്? ഈ ഫിനാൻഷ്യൽ അഡ്വൈസും അങ്ങനെ തന്നെ. ഇപ്പോൾ ഇന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ 3 പേര് ഇരുന്നിട്ട് പറയാം, അലക്സും പറയാം ഗോൾഡ് വാങ്ങാമെന്ന് പറയാം. പക്ഷേ നിങ്ങൾക്ക് ഇന്ന് ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഗോൾഡ് വാങ്ങില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അത് ആവില്ല എന്നുള്ളത്.
അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് അതിനിടയിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടെ നിങ്ങൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതിനു മുന്നേ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാലേ അത് കറക്റ്റ് ആവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഏത് രീതി തുടങ്ങുന്നു എന്നുള്ളതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം ചില SIP ചെയ്യുക എന്നുള്ളതാണ്. അത് SIP ഏതിൽ ചെയ്യുക എന്നുള്ളത് ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ചായിരിക്കും. ഇനി SIP ചെയ്യണതിന് ഒരു കാര്യം കൂടെ ഉള്ള കാര്യം വെച്ചാൽ നിങ്ങളുടെ സാലറിയുടെ ആ ദിവസം അല്ലെങ്കിൽ സാലറിയുടെ പിറ്റേത്തെ ദിവസം ആയിരിക്കണം നിങ്ങളുടെ SIP ഡേറ്റ് വരേണ്ടത്. അപ്പോൾ അതിനർത്ഥം ഈ നേരത്തെ അലക്സ് പറഞ്ഞ സാധനം നടക്കും, ഇൻകം മൈനസ് സേവിങ്സ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവൻ പണ്ട് കല്യാണം കഴിച്ച ടൈമിൽ എൻ്റെ വൈഫിന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സാലറി ആദ്യം അറിയില്ലായിരുന്നു. കാരണം ബാങ്ക് അക്കൗണ്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട്, പക്ഷേ ബാങ്കിൽ SIP കഴിഞ്ഞിട്ടുള്ള പൈസ മാത്രം അവർ ശരിക്കും മനസ്സിലായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഇത് ഞങ്ങളുടെ ലൈഫ്, കാരണം ജോലി കിട്ടിയപ്പോൾ തുടങ്ങിയിട്ട് ഭാഗ്യത്തിന് ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് കമ്പനി അതിൻ്റെ പേരിൽ ഫസ്റ്റ് സാലറി തുടങ്ങിയിട്ട് എനിക്ക് SIP ഉണ്ടായിരുന്നു. അപ്പോൾ അതുള്ളതിൻ്റെ പേരിൽ ഞാനൊക്കെ SIP എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നെങ്കിൽ 10 പൈസ കയ്യിലുണ്ടാവില്ലായിരുന്നു. കാരണം സാലറിയുടെ പിറ്റേ ദിവസം തന്നെ SIP പോണതിൻ്റെ പേരിൽ എത്രയാണോ ശമ്പളം അത് കഴിഞ്ഞിട്ട് SIP പോയിട്ടുള്ള ബാക്കി പൈസ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേരിൽ കുറച്ച് കാശ് ബാക്കിയുണ്ട്. ദാറ്റ്സ് എ വേ യു ക്യാൻ സ്റ്റാർട്ട്. ഒരു 10 മിനിറ്റ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ നമുക്ക് ചോദിച്ച് മറുപടി പറയാവുന്ന ഒരു 2-3 ചോദ്യങ്ങൾ എടുക്കാം. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ലംസമായിട്ടൊരു എമൗണ്ട് ഇടുന്ന ആൾക്ക് സാറിൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട്, പ്രവചിക്കണം എന്ന് പറയാനല്ല, സാറിൻ്റെ അനുഭവം വെച്ചിട്ട് ആൾ കാത്തിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എത്ര കൊല്ലം കൊണ്ട് ഈ എഫ് ഡിക്ക് കിട്ടുന്ന എമൗണ്ടിനേക്കാളും ഇരട്ടി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു എത്ര കൊല്ലം കാത്തിരിക്കേണ്ടി വരുന്നത്? കാത്തിരിക്കാൻ തയ്യാറാണ് ആളെങ്കിൽ എത്ര കൊല്ലം കൊണ്ട് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇതിൽ ശരിക്കും നമ്മൾ നോക്കേണ്ടത് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇക്വിറ്റി ഫണ്ടിലാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും ഒരു ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കാം. അപ്പോൾ ഏകദേശം നമുക്കൊരു ഇന്ത്യയിൽ നല്ലൊരു ഗവൺമെൻറ്റാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 വർഷത്തിൽ ഡബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി മോശം ഗവൺമെൻറ് ആണെങ്കിൽ അതൊരു 8 വർഷത്തിൽ ഡബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മളിപ്പോഴും കാണേണ്ടത്. അപ്പോൾ 12% ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 6 വർഷത്തിൽ ഡബിൾ ആവാനായിട്ട് നോക്കാം. പക്ഷേ മാർക്കറ്റിലാണെന്നുള്ള ടൈമിൽ നിങ്ങൾ 6ാമത്തെ വർഷമാണ് ഒരു ക്രാഷ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനും ഒരു താല്പര്യമുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു മാർക്കറ്റിൽ ഒരു 10 തൊട്ട് 12% എന്നുള്ള റിട്ടേണിലാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു മെത്തേഡായിരിക്കും. അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എപ്പോഴും ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഫണ്ട് അനുസരിച്ചിട്ട്. അപ്പോൾ എല്ലാ പൈസയും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുറച്ച് ഗോൾഡും സിൽവറൊക്കെ ആയിട്ട് അതറിയാം. മ്യൂച്വൽ ഫണ്ടിലെ എമൗണ്ടിന്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു 10 തൊട്ട് 12% വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 5-6 കൊല്ലം 7 കൊല്ലം. അപ്പോൾ ഒരു 6 തൊട്ട് 7 വർഷം വരെയൊക്കെ നിങ്ങൾക്ക് ഒരു മനസ്സമാനത്തോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ it is good. Okay, thank you. Last year, like we did see a return on investment on gold. Similarly, silverum, like with what's 100 went up to 350 whatever. Similarly, where metals kind of grow here. Like I mean, there is a like talk going around copper. Like would it kind of give similar returns? I mean, in general, like not just copper but metals in general, or would it be more like cyclical returns? I mean, ഇപ്പോൾ ഒരു FOMO കാരണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് but later we would kind of regret, like in general about metals. So metals has to be actually categorized into 2. One is industrial metals and the other one is the precious metals. Precious metals എന്ന് പറയുന്നതാണ് നമ്മൾ ഗോൾഡ് ആൻഡ് സിൽവർ. അതിൻ്റെ അകത്തൊരു സിൽവറിൻ്റെ അകത്തൊരു ഇൻഡസ്ട്രിയൽ നേച്ചർ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കുറേ കൂടെ പ്രഷ്യസ് മെറ്റൽസിൻ്റെ ഒരു നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റും കൂടെ അതിൻ്റെ അകത്തുണ്ട്. ബാക്കി കോപ്പർ, അലുമിനിയം, മറ്റേ സിങ്ക് ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പിറ്റൈറ്റ് ഇല്ല. ഇറ്റ്സ് പ്യൂർലി ഇൻഡസ്ട്രിയൽ മെറ്റൽ. അപ്പം നമ്മൾ ഇതിനെ ഗേജ് ചെയ്യുന്നത് തന്നെ ഇൻഡസ്ട്രിയൽ ഡിമാൻഡും സപ്ലൈയുടെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, വൺ ഇസ് ഈ ട്രംപ് ഷോ ഇസ് ഹാപ്പനിങ്, ദാറ്റ് ഇസ് വൈ പ്രഷ്യസ് മെറ്റൽസ് വെൻറ്റ് അപ്പ്. ബട്ട് സിൽവർ ആൻഡ് അതർ മെറ്റൽസ്, ഇൻഡസ്ട്രിയൽ മെറ്റൽസ് മൂവ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ ഈ AI ആൻഡ് പവർ ഡിമാൻഡാണ്. ഇപ്പോൾ സോ കോൾഡ് EV, സോളാർ പാനൽസും മറ്റേതൊക്കെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹ്യൂജ് ഡിമാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ മെറ്റൽസ് വന്നു. അപ്പം അതിലേക്ക് വന്നുകൊണ്ടാണ് സിൽവർ, കോപ്പർ, അലുമിനിയം, യു ടേക്ക് എവറിത്തിങ് ഇസ് ഗോയിങ് അപ്പ് ത്രൂ ദ റൂഫ്. സോ ഇൻഡസ്ട്രിയൽ മെറ്റൽസ് ഓൾവേസ് ഹാഡ് ഗോൺ ത്രൂ സം സൈക്കിൾ. പണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്ന സമയത്ത്, അത് കഴിഞ്ഞ് പിന്നെ വാർ വന്ന സമയത്ത്, ഇങ്ങനെ പല സമയത്ത് സൈക്കിൾ, ഇത് സിക്ലിക്കൽ തന്നെയാണ്. ഇൻഡസ്ട്രിയൽ മെറ്റൽസ് സിക്ലിക്കലാണ്. പക്ഷേ ഇപ്പോൾ സിക്ലിക്കലിൻ്റെ ഒരു ടോപ്പ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡിമാൻഡ് ഈസ് ഓവർ ഷൂട്ടിങ് സപ്ലൈ.
സപ്ലൈനെക്കാട്ടി കൂടുതലാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ സിൽവറിലാണെങ്കിൽ സിൽവറിൻ്റെ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ഇസ് അറൗണ്ട് 33,000 ടൺസ്, whereas supply is only 31,000 tons. ഇപ്പോൾ 2,000 ടൺസിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് എവറി ഇയർ 10% ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സപ്ലൈ കൂടിയാലേ പറ്റുള്ളൂ. സിൽവർ ആസച്ച് നമുക്ക് മൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സിങ്ക്, കോപ്പർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് മൈൻ ചെയ്തിട്ടാണ്, റിഫൈൻ ചെയ്തിട്ടാണ് സിൽവറിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആംഗിൾസ് ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ബേസിക്കലി ഫോർ നെറ്റ് ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ മെറ്റൽ സെപ്പറേറ്റ് ആയിട്ടും പ്രഷ്യസ് മെറ്റൽ സെപ്പറേറ്റ് ആയിട്ടും കാണുക, എന്നിട്ട് അതിനെ പഠിക്കുക. ആസ് ഓഫ് നൗ ഇറ്റ്സ് ഇൻ എ ബുള്ളിഷ് സൈക്കിൾ.